Hallelujah. Hallelujah. Let us all close our eyes. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. Let us thank God നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. for giving us this opportunity to sit in His presence. ഇന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് നന്ദി പറയാം. To remember His mercies. അവന്റെ നന്മകളെ ഓർക്കാനായിട്ട്. For His grace in our lives. അവന്റെ കൃപ നമ്മുടെ ജീവിതത്തിലുള്ള അവന്റെ കൃപയെ ഓർക്കാനായിട്ട്. For His abundant grace and abundant love. ദൈവത്തിന്റെ വലിയ സ്നേഹവും വലിയ കൃപകളും ഓർക്കാനായിട്ട്. For the never-ending love. ഒരിക്കലും തീരാത്ത ആ സ്നേഹത്തെ ഓർക്കാൻ. We thank God. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. Lord, we thank you, Jesus, for giving us this time, oh Father Lord, in your presence, oh Father Lord. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ തന്നിരിക്കുന്ന ഈ സമയത്തിനായിട്ട്. As we're nearing Christmas, oh Father Lord, and a new year, oh Father Lord, this year is going to be ending, oh Father Lord. കർത്താവേ, ഈ വർഷം അവസാനിക്കാറാവുമ്പോൾ, ഈ ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും സമയമാകാറാവുമ്പോൾ, as we are sitting here in your presence, oh Father Lord, speak to us, oh Father Lord. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണേ. Help us, oh Father Lord, to understand your word, oh Father Lord. അങ്ങയുടെ വചനം മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണേ. And help us to receive your word with a heart, oh Father Lord, with a bountiful heart, oh Father Lord. കർത്താവേ, അങ്ങയുടെ വചനം സ്വീകരിക്കാനുള്ള ഒരു നല്ല. We thank you, Jesus. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. Help us to do the word that we are going to hear today, oh Father Lord. കർത്താവേ, ഇന്ന് കേൾക്കുന്ന വചനം ചെയ്യുന്നവരായിരിക്കാൻ ഞങ്ങളെ Amen. സഹായിക്കണേ. Help us, oh Father Lord, not to just be hearers, oh Father Lord, but to be the doers of the word, oh Father Lord. ഞങ്ങൾ വെറും കേൾവിക്കാരായിട്ടല്ല കർത്താവേ, അങ്ങയുടെ വചനം ചെയ്യുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. We thank you for your presence in this place, oh Father Lord. കർത്താവേ, ഇന്ന് ഇവിടെ അങ്ങയുടെ സാന്നിധ്യമുള്ളതിനായി ഞങ്ങൾ We thank you for your Holy Spirit anointings in this place, oh Father Lord. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ഈ സ്ഥലത്തുള്ള. Take control over the hearts and minds of each one of us sitting here, oh Father Lord. പരിശുദ്ധാത്മാവേ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളെയും മനസ്സുകളെയും അങ്ങ് ഏറ്റെടുക്കണേ. Give us the thirst, oh Father Lord, for the word and for the transformation of our lives, oh Father Lord. Yes, Lord. നിന്റെ വചനത്തിനോടുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് തരണേ. ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റാനുള്ള ഒരു ആഗ്രഹം We ഞങ്ങൾക്ക്. thank you, Jesus. ഞങ്ങൾ അങ്ങേ We സ്തുതിക്കുന്നു. thank you, Lord. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. Amen. ആമേൻ. So people around the world, not just Christians, but all around the world, people around the world are high in their spirits because it is time for Christmas, it is time for the new year. ലോകമെമ്പാടും എല്ലാ മനുഷ്യരും, ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയും വളരെയധികം ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ക്രിസ്മസും ന്യൂ ഇയർ. Everywhere there is Christmas carols, everywhere there is Santa Claus, everywhere there is Christmas celebrations. നമ്മൾ എവിടെ നോക്കിയാലും അവിടെ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ കാണാം. സ്റ്റാറുകളും ക്രിസ്മസ് കാരോളുകളും സാന്താക്ലോസുകളും എല്ലാമായി ക്രിസ്മസ് നിറഞ്ഞിരിക്കുകയാണ്. But as Pastor has just now said, without Christ there is no Christmas. ഇന്ന് പാസ്റ്റർ നമ്മളെ ഓർമ്മിച്ചതുപോലെ യേശു ഇല്ലാതെ, ക്രിസ്തു ഇല്ലാതെ അവിടെ ക്രിസ്തുമസ് ഇല്ല. Without Christ taking birth in our lives, in our hearts, there is no Christmas. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ അവിടെ ഒരു ക്രിസ്മസ് ഇല്ല. Christmas is not the Christ who was born in Bethlehem. ക്രിസ്തുമസ് ബത്ലഹേമിൽ ജനിച്ച ക്രിസ്തുവിനെ ഓർക്കുകയല്ല, ഓർക്കുക മാത്രമല്ല. Christmas is when Christ is born in our hearts. ക്രിസ്തുമസ് നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ജനിക്കുമ്പോഴാണ്. And if Christ is not the King of our life, if He is not in our hearts, യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലെ രാജാവല്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലെ ദൈവമല്ലെങ്കിൽ, there is no point in celebrating Christmas. ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. 2000 years ago, the Prince of Peace, the mighty God, came down to earth. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ദൈവം, അതിമഹത്തായ ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. He was the only begotten Son of the God. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായിരുന്നു. He came down to earth. അവൻ ലോകത്തിലേക്ക് വന്നു. Led a normal life. He led a normal life. ഒരു സാധാരണ ജീവിതം നയിച്ചു. And died on the cross. ക്രൂശിൽ മരിച്ചു. He was crucified. ക്രൂശിക്കപ്പെട്ടു. It was the most painful death. ഏറ്റവും വേദനാജനകമായ ഒരു മരണമായിരുന്നു അത്. What was the reason for the Son of God had to come unto the earth? എന്തുകൊണ്ടായിരുന്നു ദൈവത്തിന്റെ പുത്രന് ഈ ലോകത്തിലേക്ക് വരേണ്ടി വന്നത്? What was the reason? What was the necessity? എന്തായിരുന്നു അതിന്റെ ആവശ്യം? Any answers? Why did Christ come to the world? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് Any വന്നത്? answers? To save us from sin. Any other answers? നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണോ?
Because He loved us. Is there anyone without sin, a human being? Is there anyone without sin? ഏതെങ്കിലും മനുഷ്യനുണ്ടോ പാപമില്ലാത്തവൻ? Everyone has done sin and fallen short of the glory of God. വചനം പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്ന് വീണുപോയിരിക്കുന്നു. So everyone has sin inside them. എല്ലാവരുടെയും ഉള്ളിൽ പാപമുണ്ട്. Because we are born out of sin. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പാപത്തിൽ ജനിക്കപ്പെട്ടിരിക്കുന്നു. For the things we think in our mind, we cannot say in open that is sin. Things that we think in our mind, but we cannot say it in open. നമ്മുടെ മനസ്സിലെ പല ചിന്തകളും മറ്റു നമ്മൾ പുറത്തു പറയുന്നില്ലെങ്കിലും അത് പാപങ്ങളുണ്ട്. The things that we do in secret, but we cannot do it in open, is sin. നമ്മൾ പല കാര്യങ്ങളും ഒളിവിൽ ആരും കാണാതെ ചെയ്യുന്നു, മറ്റുള്ളവർ അറിയാതെ ചെയ്യുന്നു, അതിൽ പലതും പാപങ്ങളാണ്. The things we do in darkness, but we cannot do in open, is sin. നമ്മൾ പലതും ഇരുട്ടിന്റെ മറവിൽ ചെയ്യുന്നു, നമ്മൾ പുറമേ ഉള്ളവർ കാണാതെ ചെയ്യാത്ത പല കാര്യങ്ങളും ഇരുട്ടിന്റെ മറവിൽ ചെയ്യുന്നു. So there is none on this earth who hasn't done a sin. ഇവിടെ പാപം ചെയ്യാത്ത ഒരാൾ പോലും ഇല്ല. The reason Christ came down because humans didn't have the power to defeat sin, to break the yoke of sin. യേശു എന്തുകൊണ്ട് വന്നു എന്നാൽ മനുഷ്യന് പാപത്തിന്റെ ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവില്ലായിരുന്നു. Though how much a human can try, but he cannot defeat sin, he cannot break the yoke of sin. മനുഷ്യൻ എന്തെല്ലാം ശ്രമിച്ചാലും ഈ പാപത്തിന്റെ വലിയ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവന് കഴിയില്ലായിരുന്നു. There is one of my friends, he is a senior to me, I think 3 years senior to me. He is a Christian, he is from a Christian family. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, എന്നെക്കാൾ 3 വർഷം എന്നെക്കാൾ സീനിയറാണ്. അതൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നാണ് പുള്ളി വന്നത്. At the age of 36, he had MI, myocardial infarction. He had a heart attack at the age of 36. അദ്ദേഹത്തിന് 36 വയസ്സിൽ ഒരു വലിയ ഹൃദയാഘാതം ഉണ്ടായി. At the age of 36, he is a chronic alcoholic and smoker. 36 വയസ്സിൽ അദ്ദേഹം വളരെയധികം സിഗരറ്റ് വലിക്കുന്ന ഒരാളും സ്മോക്ക് ചെയ്യുന്ന ഒരാളുമായിരുന്നു. But even after being diagnosed by MI, he didn't stop drinking. He didn't quit smoking. അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായാലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാലും അദ്ദേഹം കുടിയും വലിയും നിർത്തിയില്ല. Every day he takes alcohol. എല്ലാ ദിവസവും അയാൾ കള്ളു കുടിക്കുമായിരുന്നു. And during the times of Good Friday and Easter, for 30-40 days, he will stop drinking alcohol. And with his human effort, he will try not to drink alcohol for the 30 or 40 days. ഈ ഈസ്റ്ററിന്റെ സമയത്ത് 40 നോയമ്പിന്റെ സമയത്ത് വളരെയധികം തീരുമാനങ്ങളൊക്കെ എടുത്ത് അയാൾ ഒരു 40 ദിവസം സ്വന്തം കഴിവില് കള്ളു കുടിക്കാതെ നിൽക്കും. But immediately after the 40th day, after Easter has been finished, അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് ഈസ്റ്ററിന്റെ ദിവസം ആകുമ്പോൾ he will drink more and more. അദ്ദേഹം വീണ്ടും കൂടുതൽ കുടിക്കാൻ തുടങ്ങും. So with the human effort, it is not possible to defeat sin, to break the yoke of sin. അതുകൊണ്ട് ഒരു മാനുഷിക കഴിവ് കൊണ്ട് നമ്മുടെ സ്വന്തം ശക്തിയല്ല ഈ പാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. There is one of my friends whose name is Madhu. He's my schoolmate and he's my friend right from my childhood. എന്റെ പണ്ട് തൊട്ട് എന്റെ ചെറുപ്പകാലത്ത് തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്, മധു എന്ന് പറയുന്നത്. He's from a Hindu family. അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ്. He similarly has this addictions of alcohol and smoking. അദ്ദേഹത്തിനും ഈ മദ്യത്തിന്റെയും സിഗരറ്റ് വലിക്കുന്നതിന്റെയും അടിമത്തത്തിലായിരുന്നു. Every year, during the time of the Sabarimala season, എല്ലാ വർഷവും ശബരിമല കാലത്ത് for the 30-40 days, he will stop alcohol, he will stop smoking. അദ്ദേഹം ഒരു 30-40 ദിവസം ശബരിമലയ്ക്ക് പോകാൻ നോയമ്പെടുക്കുന്ന സമയത്ത് ഈ കുടിയും വലിയും എല്ലാം നിർത്തും. And immediately after that, അത് തീർന്നു കഴിയുമ്പോൾ തൊട്ട് he'll drink more and more. അദ്ദേഹം കൂടുതൽ കുടിക്കാൻ തുടങ്ങും. And the sad thing is, just 2 years back, he committed suicide under the influence of alcohol. 2 വർഷം മുമ്പ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. മദ്യത്തിന്റെ ആസക്തിയിലായിരുന്നപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. With human effort, it is not possible to break the yoke of sin, to defeat sin. മനുഷ്യന്റെ ശക്തിയാൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും പാപത്തിന്റെ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയുകയില്ല. And that is the reason the Prince of Peace, the only begotten Son of God, had to come to earth and die for us. Amen. അതുകൊണ്ടാണ് യേശു കർത്താവ്, ഏകജാതനായ പുത്രനായ യേശു കർത്താവ്, സമാധാനത്തിന്റെ പ്രഭുവായ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ഈ പാപത്തിന്റെ കെട്ട് അഴിക്കാനായി. As a sacrifice for our sins, to break the yoke of sin, that we will be free from the sin. പാപത്തിന് പകരം ഒരു യാഗമായി നമ്മൾ പാപത്തിന്റെ എല്ലാ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് നമുക്ക് വേണ്ടി മരിച്ചു. As John 3:16 says, God so loved the world that he sent his only begotten Son for us, so that whoever may believes in him will have everlasting life and will not perish.
യോഹന്നാൻ 3:16 പറയുന്ന പോലെ തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. God so loved the world. ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. He didn't love only Christians. He didn't love only the people who come to church. He loved the world which He created because He is the creator of this world. ദൈവം ക്രിസ്ത്യാനികളെ മാത്രമല്ല, പള്ളിയിൽ വരുന്ന ആളുകളെ മാത്രമല്ല, ഈ ലോകം ഉണ്ടാക്കിയ കർത്താവായ ദൈവം ഈ ലോകത്തുള്ള എല്ലാവരെയും സ്നേഹിച്ചു. Because He loved us so much that He sent His only begotten Son to die on the cross, so that through that sacrifice we'll have everlasting life. Amen. തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് മരിക്കാനായിട്ട് അയച്ചു. അദ്ദേഹത്തിന് ദൈവത്തിന്റെ ആ യാഗത്തിൽ നിന്ന് നമ്മൾക്ക് പാപമോചനം ലഭിക്കാനായിട്ട് തന്റെ പുത്രനെ അയച്ചു. Sin is like a disease. Sin is like a cancer which will kill you slowly. പാപം എന്ന് പറയുന്ന ഒരു ക്യാൻസർ പോലെയാണ്, അത് പയ്യെ പയ്യെ നമ്മളെ കൊല്ലുന്നു. So Christ has come to break that sin on the cross. അതുകൊണ്ട് കർത്താവ് ആ പാപത്തിന്റെ ശക്തിയെ കുരിശിൽ വെച്ച് നശിപ്പിക്കാനായിട്ടാണ് വന്നത്. Whoever believes in God, that He is Christ and He has come down to save my life, and we accept Him as a Savior, will have everlasting life. ആരൊക്കെയാണ് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നു, യാഗമായി എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നു, അവർക്ക് വചനം പറയുന്നു, അവർക്ക് നിത്യജീവനുണ്ട്. Hallelujah. Hallelujah. So, how many days it is countdown for New Year from now? പുതിയ വർഷമാകാൻ ഇനി എത്ര ദിവസങ്ങളുണ്ട്? How many? 16. 16 So ദിവസം. people all around the world are excited for the new year, for new things are going to come. There's going to be a new future, new things, new goals. Everything will be new. ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ പുതിയ വർഷം വരാനായിട്ട് പുതിയ കാര്യങ്ങൾക്ക്, പുതിയ പ്രതീക്ഷകൾക്ക് ഒക്കെയായി കാത്ത് റെഡിയായി നിൽക്കുകയാണ്. Not just people who are Christians or coming to the church, but everyone outside the world. When a new year is coming, they take resolutions. ഒരു പുതിയ വർഷം വരുമ്പോൾ അവര് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു. Resolutions to become fit, resolutions to grow in their jobs, resolutions to study better, resolutions for a new goals, resolutions for a better life. ഒത്തിരി പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു. ശരീരം നന്നായി സൂക്ഷിക്കാനായി, ആരോഗ്യം പ്രാപിക്കാനായിട്ട്, നന്നായിട്ട് പഠിക്കാനായിട്ട്, തങ്ങളുടെ ജോലിയിൽ നന്നായിരിക്കാനായിട്ട്, അങ്ങനെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു. Even we as Christians, including me, even I took some resolutions. I want to be more closer to God. I want to spend more time with the Word of God. I want to spend more time in worship. I want to be more like Christ. നമ്മൾ ക്രിസ്ത്യാനികളായ ഞാനും നിങ്ങളും ഓരോ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കും. കർത്താവേ, എനിക്ക് നിന്നോട് കൂടുതൽ ചേർന്നിരിക്കാനായിട്ട്, കൂടുതൽ സമയം പ്രാർത്ഥിക്കാനായിട്ട്, കൂടുതൽ സമയമായി ആരാധിക്കാനായിട്ട്, അങ്ങയോട് കൂടുതൽ പറ്റിച്ചേർന്നിരിക്കാനായിട്ട് പുതിയ വർഷത്തിൽ തീരുമാനം എടുക്കുന്നു. How many of you are planning to take resolutions or already have taken resolutions? How many of you are planning or already taken resolutions? Please എത്ര raise your പേര് hands. തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു? എത്ര പേര് തീരുമാനങ്ങൾ? So most of the times the resolutions that we take, most of the times 90%, they will not be fruitful. പല സമയത്തും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അതുപോലെ നടക്കാറില്ല. What's the reason? അതെന്തുകൊണ്ടാണ്? So today's topic is how to be fruitful. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫലമുള്ളവരാകാം. We'll read from Mark 4. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ It's a parable of sower. അത് വിത്ത് വിതയ്ക്കുന്ന ആളുടെ ഉപമയാണ്. Most of you have heard this word many a times. ഈ വചനം നമ്മൾ പല തവണ നമ്മൾ കേട്ടിട്ടുണ്ടാവും. It's a simple word, but it's a powerful word. ഇത് വളരെ സിമ്പിളായ ഒരു വചനമാണ്, പക്ഷെ വളരെ It has a power to transform lives. അതിന് ജീവിതങ്ങളെ മറിച്ചു മാറ്റാനുള്ള കഴിവ്. It has a power to deliver you. അതിന് നമ്മുടെ ജീവിതങ്ങളെ കെട്ടുകളിൽ നിന്നും രക്ഷിക്കാൻ It has a power to bring you closer to God. അതിനെ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തി. Let us read Mark 4. മാർക്കോസിന്റെ ലേഖനം 4-ാം അധ്യായം Verse 3. 3-ാം വാക്യം. Listen, behold, a sower went out to sow. And it happened as he sowed that some seed fell by the wayside, and the birds of the air came and devoured it. Some fell on the stony ground, where it did not have much earth, and immediately it sprang up, because it had no depth of earth. But when the sun was up, it was scorched, and because it had no root in it, withered away. And some seed fell among thorns, and the thorns grew up and choked it, and it yielded no crop. But other seeds fell on the ground, and yielded a crop that sprang up,
increased and produced some 30-fold, some 60, and some 100. And he said to them, "He who has ears to hear, let him hear." മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 3-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു. മണ്ണില്ലാത്തതിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായകൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ നിന്നിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നവൻ പറഞ്ഞു. And we'll also read the explanation of this parable from verse 14. ഈ ഭൂമിക്ക് കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുത്തത് കൂടെ നമുക്ക് വായിക്കാം. Chapter 4, verse 14. 4-14 മുതൽ. The sower sows the word, and these are the ones by the wayside where the word is sown, and when they hear, Satan comes immediately and takes away the word that was sown in their hearts. These likewise are the ones sown on the stony ground, who, when they hear the word, immediately receive it with gladness, and they have no root in themselves, and so endure only for a time. Afterward, when tribulation or persecution arises for the word's sake, immediately they stumble. Now these are the ones sown among thorns. They are the ones who hear the word, and the cares of this world, the deceitfulness of the riches, and the desires for the other things, entering in, choke the word and becomes unfruitful. But these are the ones sown on the good ground, those who hear the word, accept it, and bear fruit, some 30-fold, some 60, and some 100. 14-ാം വാക്യം. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാണ്. അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരുമാകുന്നു. വചന നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു മോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകും. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ. അവർ 30, 60, 100 മേനി വിളയുന്നു. So most of you have read this passage many times. So there are 4 different cases. There are 4 different cases. And where does we see the fruit? Which case? The 4th one. നമ്മൾ ഈ വചനം പലതവണ വായിച്ചിട്ടുണ്ടാവും. ഇതിൽ 4 തരത്തിലുള്ള മണ്ണിനെ കുറിച്ച് പറയാം. ഏത് മണ്ണിലാണ് ഫലം ഉണ്ടാകുന്നത്? നല്ല മണ്ണ് എന്നുള്ളത്. നല്ല മണ്ണിൽ മാത്രമേ നമ്മൾ ഫലം കാണൂ. Only in the 4th case we see there's a fruit. 4ാമത്തെ മണ്ണിൽ മാത്രമേ, നല്ല മണ്ണിൽ മാത്രമേ നമ്മൾ ഒരു ഫലം കാണൂ. So today we'll be discussing these 4 cases one after the other, and we'll see what was present there and what was lacking and what was the reason for not bearing the fruit. That is what we're going to discuss today. ഇന്ന് നമ്മൾ ഈ മണ്ണുകളെ കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ഈ ഓരോ മണ്ണിലും എന്താണ് ഉണ്ടായിരുന്നത്, എന്തായിരുന്നു ഇല്ലാതിരുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് ഫലം കായ്ക്കാൻ പറ്റാതെയോ പറ്റിയോ എന്ന് നമുക്കിന്ന് നോക്കാം. So in the first case, what was there? There were birds, which is equivalent to Satan. What was there in the first case? ആദ്യം നോക്കുമ്പോൾ അവിടെ ചില പക്ഷികളെ കാണാം. ഈ പക്ഷികൾ എന്ന് പറഞ്ഞാൽ പിശാചി പോലാണ്. When the seed was sown, it was taken away by the birds, the Satan. വിത്ത് വിതയ്ക്കപ്പെട്ടപ്പോൾ പിശാച് വന്ന് അതിനെ എടുത്തുകൊണ്ട് പോയി എന്ന് വചനം പറയും. We have read this parable from Mark 4th chapter. The same parable is in Matthew and in Luke. Matthew 13 and Luke 8. Matthew 13 and Luke 8. ഇതേ ഉപമ തന്നെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും നമുക്ക് കാണാം. So I'll be using some of the references from Matthew as well as from Luke, and I'll be telling by today's message. ഇന്ന് ഞാൻ ഈ 3 ഭാഗങ്ങളും കൂടെ ഒരുമിച്ചെടുത്താണ് ഇതിന്റെ മെസ്സേജ് പറയുന്നത്. So why was there not fruit in the first case? What was lacking? ആദ്യത്തെ നിലത്ത് എന്തുകൊണ്ടായിരുന്നു ഫലമില്ലായിരുന്നത്? എന്തായിരുന്നു അവിടെ ഇല്ലായിരുന്നത്? The seed which was sown in the heart was stolen by Satan. Why was it stolen? How was he capable of stealing that seed? വചനം പറയുന്നു ഹൃദയത്തിലേക്ക് കേട്ട വചനം പിശാച് എടുത്തുകൊണ്ട് പോയി. What was lacking?
എന്തുകൊണ്ടാണ് സാത്താന് വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയാൻ പറ്റിയത്? When we lack a genuine desire, when we lack a thirst for the word of God, and Matthew 13:19 says, when we lack the understanding of the word of God, that is when the Satan steals the word. വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ടും ഗ്രഹിക്കാഞ്ഞാൽ, നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാൻ സത്യസന്ധമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ആഗ്രഹമില്ലാത്ത സമയത്താണെങ്കിൽ പിശാചിന് ദുഷ്ടന് വന്ന് നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയാൻ പറ്റും. I need to remember that when we come to church, when we are hearing a sermon, that Satan is around us. നമുക്കൊരു കാര്യം ഓർക്കണം, നമുക്കിന്ന് വചനം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട് ഈ സഭയിലായിരിക്കുമ്പോൾ പിശാച് നമ്മുടെ ചുറ്റുമുണ്ട്. He's more eager than you and me. നമ്മളെക്കാളും വളരെ ഇഷ്ടത്തോടെ നിൽക്കുകയാണ്. He's more eager to steal the word. അവൻ വചനം മോഷ്ടിക്കാനായിട്ട്, വചനം മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ട് വളരെ തയ്യാറായി നിൽക്കുകയാണ്. So when we are hearing the word, we need to have more eagerness, more thirst for the word of God, and we need to have the wisdom to understand the word of God. നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അതുകൊണ്ട് നമുക്കൊരു തയ്യാറെടുപ്പും, നമുക്കൊരു ആഗ്രഹവും, ഒരു ഹൃദയത്തിൽ നിന്നൊരു ആഗ്രഹവും വേണം അത് സ്വീകരിക്കാനായിട്ട്. We see Daniel chapter 6. I don't want to go into the references. We see in Daniel, book of Daniel, when the king has ordered that Daniel should be thrown into the lion's den. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, രാജാവ് പറഞ്ഞു ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിൽ ഇടാനായിട്ട്. And what does Daniel do then? അന്നേരം ദാനിയേൽ എന്താണ് ചെയ്യുന്നത്? He goes to his room. അദ്ദേഹത്തിന്റെ മുറിയിൽ പോകുന്നു. He kneels down. മുട്ടിന്മേൽ നിൽക്കുന്നു. He opens the window into Jerusalem. തന്റെ മുറിയെ ജെറുസലേമിന്റെ ഭാഗത്തേക്ക് ജനലുകളെ തുറക്കുന്നു. And starts thanksgiving to the Lord, praising him and praying him. എന്നിട്ട് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ദൈവത്തിന് നന്ദി പറയാനും തുടങ്ങുന്നു. Two things that we need to observe here. He had knelt down and he has opened his windows towards Jerusalem. നമുക്ക് രണ്ട് കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, അദ്ദേഹം മുട്ടുകുത്തി. രണ്ടാമത്, അവൻ തന്റെ ജനലുകളെ യെരൂശലേമിന്റെ ഭാഗത്തേക്ക് തുറന്നിട്ടു. Kneeling down, what does it signify? When we come into the presence of the Lord, when we come to hear the word of God, when we go to pray, when we go to worship, we need to commit ourselves, we need to submit ourselves into the presence of God, to the Holy Spirit. എന്താണ് മുട്ടുകുത്തി എന്ന് പറയുന്നതിന്റെ അർത്ഥം? മുട്ടുകുത്തി കാണിക്കുന്നത്, മുട്ടുകുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്ന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിന്റെ ഒരു ലക്ഷണമായിട്ടാണ് മുട്ടുകുത്തുന്നത്. And one more thing that Daniel did was he opened his window unto Jerusalem. ഒന്നുകൂടെ ഒരു കാര്യം കൂടെ ദാനിയേൽ ചെയ്തതെന്ന് പറഞ്ഞാൽ, ദാനിയേൽ തന്റെ മുറിയുടെ ജനാലകൾ യെരൂശലേമിലേക്ക് തുറന്നിട്ട് യെരൂശലേമിന്റെ ഭാഗത്തേക്ക്. And what does that mean? അതെന്താണ് ഉദ്ദേശിക്കുന്നത്? He opened his heart towards God and he poured out his heart unto God. അതെന്താണ് കാണിക്കുന്നത്? അത് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയം തുറന്ന് ദൈവത്തിലേക്ക് തന്റെ ഹൃദയം പകർന്നു കൊടുത്തു. He didn't go into his friends, he didn't go into the many ministers who had that power to change the order. He didn't go to any of the ministers or anyone. He went to his room, he opened the window unto Jerusalem, he poured out his heart to God. He was just looking to God. അദ്ദേഹം ദാനിയേൽ ആ സമയത്ത് പ്രശ്നങ്ങൾ കൂടി വന്നിരുന്ന സമയത്ത് തന്റെ ഹൃദയത്തിലെ വിഷമങ്ങൾ പകരാനും പ്രാർത്ഥിക്കാനുമായിട്ട് ആരുടെ അടുത്തോട്ടല്ല ഓടിപ്പോയത്, പകരം തന്റെ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി ഹൃദയം പകർന്നു. But my dear brothers and sisters, when we come to a church, when we come to hear the word of God, when we go to worship, when we go to pray in our personal life, in our personal time, when we are praying, when we are worshiping, when we are hearing the word of God, we need to look unto God. നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സഭയിൽ കൂടി വരുന്ന സമയത്ത്, ദൈവത്തെ ആരാധിക്കാനായി വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തിങ്കിലേക്കാണ് നോക്കേണ്ടത്. But sometimes when we come to the church, when we are hearing the word, we open many windows. പക്ഷെ ചില സമയത്ത് നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ട് സഭയിൽ ഇരിക്കുമ്പോൾ നമ്മൾ പല പല ജനാലകൾ തുറന്നിടുന്നു. We open the windows of sleep. നമ്മൾ ഉറക്കത്തിന്റെ ജനാലകൾ തുറന്നു. Because no one will answer you, no one will question you, because a pastor cannot rebuke you. He can just admonish you, but he will not tell anything for you when you are sleeping. ഇവിടെ വന്ന് ഉറങ്ങാൻ വളരെ സൗകര്യമാണ്, കാരണം പാസ്റ്ററിന് സ്കൂളിലുള്ള പോലെ പുറത്താക്കുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യത്തില്ല. So we open many windows. അതുകൊണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ പല പല ജനാലകൾ തുറക്കുന്നു. We open the windows of thoughts at home. Did I switch on the motor? Did I switch off the motor? Did I switch off the stove? Did I switch off the light? We all have that thoughts. വീട്ടിനെ കുറിച്ചുള്ള പല ചിന്തകളുടെ ജനലുകൾ തുറക്കുന്നു. വീട്ടിൽ ഞാൻ കഥ അടച്ചോ, മോട്ടോർ ഓൺ ചെയ്തോ, ഇത് ചെയ്തോ, അത് ചെയ്തോ എന്നുള്ള പല പല ചിന്തകൾ. Some windows of thoughts, that the videos that we have seen, the movies that have seen, that scenes will be going on in our mind. We open that windows. ചില സമയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളുടെയും ഇതിന്റെയൊക്കെ ഓരോരോ സീനുകളും പല പല ചിന്തകളും ഓർമ്മകളും നമ്മുടെ തലയിൽ കൂടി വരും. We open the windows of our burdens, our responsibilities and our goals.
ചില സമയത്ത് നമ്മൾ ഇട്ടിരിക്കുമ്പോൾ നമ്മുടെ ജനാലകൾ, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളെ കുറിച്ചുള്ള ചിന്താഭാരങ്ങളായിരിക്കും നമ്മുടെ ജനാലകളിൽ. When we come to the presence of the Lord, we need to open our heart only to God, focusing on God. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ കർത്താവിൽ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. So the first case, the things that were lacking, because the reason there was no fruit was a genuine desire and interest for the word of God, the thirst for the word of God, and then wisdom of understanding. എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ മണ്ണിൽ ഫലം ഉണ്ടാകാതിരുന്നത് അവിടെയാണെങ്കിൽ ഒരു ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ശരിയായ ആഗ്രഹം, ഹൃദയത്തിന്റെ അകത്തുനിന്നുള്ള ഒരു ആഗ്രഹം അവിടെ ഇല്ലായിരുന്നു. ആ ദൈവത്തിന്റെ വചനത്തിനോ ദൈവത്തിന്റെ കാര്യങ്ങൾ കേൾക്കാനായുള്ള. We'll move into the second case. നമ്മൾ രണ്ടാമത്തെ കേസിലേക്ക് പോകാം. What was present in the second case? രണ്ടാമത്തെ കേസിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? There was a stony ground. അവിടെ കല്ലുകളുള്ള ഒരു പാറസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. There was scorching sun. അവിടെ പാറസ്ഥലം, അധികം മണ്ണില്ലായിരുന്നു, പക്ഷെ അവിടെ നല്ല സൂര്യൻ ഉദിച്ച നല്ല വെയിലുണ്ടായിരുന്നു. And if we read the word, in the second case, there was a genuine desire, and the person who has heard the word, he received it gladly. So he had that genuine desire. ഇവിടെ നമ്മൾ വചനം വായിക്കുവാണെങ്കിൽ നമ്മൾ കാണും, ഈ വചനം കേൾക്കുന്ന ആൾക്ക് ഒരു യഥാർത്ഥ ആഗ്രഹം ഉണ്ടായിരുന്നു, അദ്ദേഹം അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ടു. So what was present? A stony ground, the scorching sun, and a genuine desire. അപ്പൊ അവിടെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു പാറസ്ഥലം, ഒരു നല്ല തിളക്കുന്ന സൂര്യന്റെ വെളിച്ചം, പക്ഷേ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹം, ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. And what was absent? What was lacking? What was the reason for not bearing the fruit? അവിടെ എന്തായിരുന്നു ഇല്ലാതിരുന്നത്? എന്തുകൊണ്ടാണ് അവിടെ ഫലം ഉണ്ടാകാതിരുന്നത്? What was lacking? A fertile soil. അവിടെ ഇല്ലാതിരുന്നത് വചനം, ഒരു നല്ല വളക്കൂറുള്ള ഒരു മണ്ണില്ലായിരുന്നു. What was lacking? The roots of faith. അവിടെ വിശ്വാസത്തിന്റെ വേരുകളില്ലായിരുന്നു. And what was lacking? Moisture. അവിടെ വെള്ളമയമില്ലായിരുന്നു. And what does a fertile soil mean? എന്താണ് നല്ല വളക്കൂറുള്ള മണ്ണെന്ന് പറഞ്ഞത്? A noble and a good heart. വചനം പറയുന്നു നല്ലൊരു ഹൃദയം. A heart of flesh. ഒരു നല്ലൊരു ഹൃദയത്തെ കുറിച്ചാണ്. A heart which is sensitive to the voice of the Holy Spirit. പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട് മനസ്സ് മാറ്റാൻ ആഗ്രഹമുള്ള വളരെ ഒരു മനസ്സാണ്. A heart which is not rebellious, a heart which is not stubborn. ഒരു rebellious, ഒരു വഴക്കാളിയല്ലാത്ത ഒരു ഹൃദയം. So a heart which is not hard. ഹൃദയം കട്ടിയുള്ള ഹൃദയമല്ല. So that is the fertile soil. അതാണ് നല്ല വളക്കൂറുള്ള മണ്ണ്. And what does the roots mean? It means faith. ഈ വേരെന്ന് പറഞ്ഞാൽ എന്താണ്? ആ വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. Stronger your faith, നമുക്ക് എത്ര ശക്തിയുള്ള വിശ്വാസമുണ്ടോ, deeper will be the roots. അത്രയും ആഴത്തിലായിരിക്കും നമ്മുടെ വേരുകൾ. Stronger your faith, the deeper the roots. എത്രയധികം വിശ്വാസം നമുക്കുണ്ടോ അത്രയധികം വേരുകൾ നമുക്കുണ്ട്. And when the roots are deep, വേരുകൾ നീളം താഴോട്ട് പോകുന്നതാകുമ്പോൾ it might be a scorching sun. അതൊരു നല്ല ചൂടുള്ള വെയിലായിരിക്കും. It might be wind gushing. നല്ല കാറ്റിന്റെ ശക്തി ഉണ്ടാവും. You might sway to the right and left, but you will not be uprooted. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിച്ചു പോകുമായിരിക്കും, പക്ഷേ നമ്മൾ വേരോടെ പിഴുതു പോകില്ല. When there are persecutions, when there are tribulations, when there are trials, when there are problems in your life, you will sway to the right and left, but you will not be uprooted. You will stand in God when your roots are deep. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മളെ ആട്ടി ഉലയ്ക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, പക്ഷേ നമ്മുടെ വേരുകൾ ദൈവത്തിലേക്കുള്ള വിശ്വാസം ആഞ്ഞിറങ്ങിയതുകൊണ്ട് നമ്മൾ ഇളകിപ്പോകില്ല. And the third one is moisture. മൂന്നാമത് പറയുന്ന വെള്ളമയം. Moisture is very important for the plants to grow. ഈ വെള്ളം എന്ന് പറയുന്നത് ചെടികൾക്ക് വളരാൻ വളരെ പ്രത്യേകതയുള്ളതാണ്. What does moisture mean? എന്താണ് വെള്ളത്തിന്റെ അർത്ഥം? It signifies the Holy Spirit in our lives. അത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. The anointings of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ചാണ്. The gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഓരോ the helper who helps you to read the word and to understand the word. നമ്മളെ സഹായിക്കുന്ന നമ്മുടെ സഹായിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ വചനം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട് നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. The greater the moisture, the faster the plant grows. എത്രയധികം വെള്ളമുണ്ടോ അത്രയും വേഗം ചെടികൾ വളരും. If there is no moisture, the growth will be stunted.
വെള്ളമില്ല എങ്കിൽ ചെടികൾ വളരുകയില്ല. So we need to understand that Holy Spirit is very important as a Christian. അതുകൊണ്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വളരെ We പ്രാധാന്യമുള്ളതാണ്. need to have the desire and we need to pray for the anointings of the Holy Spirit. We need to pray for His guidance in our lives. നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നയിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. Greater the moisture, faster the growth. എത്ര അധികം വെള്ളം നമ്മുടെ ഉണ്ടോ അത്ര അധികം വേഗം നമ്മൾ വളരും. So there is a second case. അതാണ് രണ്ടാമത്തെ കേസ്. We'll move into the third case. മൂന്നാമത്തെ തരത്തിലുള്ള മണ്ണിലേക്ക് നമുക്ക് കടക്കാം. So what was present in the third case? മൂന്നാമത്തെ മണ്ണിൽ എന്തായിരുന്നു ഉള്ളത്? There was soil. അവിടെ മണ്ണുണ്ടായിരുന്നു. There were roots. അവിടെ വേരുണ്ടായിരുന്നു. But there was one more thing. അവിടെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. There were thorns. അവിടെ മുള്ളു ചെടികൾ ഉണ്ടായിരുന്നു. There were roots, there were soil, and there were thorns. അവിടെ മണ്ണുണ്ടായിരുന്നു, വേരുകൾ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ മുൾച്ചെടികളും ഉണ്ടായിരുന്നു. And what was lacking? അവിടെ എന്തായിരുന്നു ഇല്ലാതിരുന്നത്? Because of the thorns which sprang up and choked this plant. ഈ മുള്ളുചെടികൾ വളർന്ന് ഈ നല്ല ചെടിയെ അമക്കിയതുകൊണ്ട് Why there was no fruit? Why there was no fruit? അതുകൊണ്ട് ഈ നല്ല ചെടികളിൽ നിന്ന് ഫലങ്ങളൊന്നും ഉണ്ടായില്ല. Because the plant lacked enough space to grow, enough water to grow, enough nutrition to grow. അതുകൊണ്ട് ചെടികൾക്ക് വളരാനായിട്ടുള്ള നല്ല സാഹചര്യം, അതിനുള്ള ആഹാരവും അതിനുള്ള വെള്ളവും ബാക്കി മുൾച്ചെടികൾ കാരണം ഉണ്ടായിരുന്നില്ല. That was the reason for not bearing fruit. അതുകൊണ്ടാണ് അത് ഫലം കഴിക്കാതിരുന്നത്. So what does thorns signify? എന്താണ് മുൾച്ചെടികൾ കാണിക്കുന്നത്? The word of God clearly says, cares of the world. വചനം വളരെ വ്യക്തമായി പറയുന്നു, ഈ ലോകത്തിലെ ഭാരങ്ങൾ, Desires for other things. ധനത്തിന്റെ വഞ്ചന, Deceitfulness of the riches. മറ്റ് വിഷയങ്ങളും മോഹങ്ങളും, And pleasures of life. ജീവിതത്തിന്റെ പല പല ആഗ്രഹങ്ങളും. So this third case is the most important case because most of the Christians, most of the believers, we tremble, we stumble in this area. ഈ മൂന്നാമത്തെ തരത്തിലുള്ള മണ്ണ് വളരെയധികം പ്രത്യേകതയുള്ളതാണ്. കാരണം നമ്മൾ പല പല ക്രിസ്ത്യാനികളും ഈ ഒരു ഭാഗത്താണ് ഇടറിപ്പോകുന്നത്. Because we have the roots of faith, we stand in God, we do have the fertile soil, but we do not bear fruit. നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഇതുപോലെ നല്ല മണ്ണുണ്ട്, നമുക്ക് വേരുകളുണ്ട്, വിശ്വാസത്തിന്റെ വേരുകളുണ്ട്, പക്ഷെ നമ്മൾ ഫലം കായ്ക്കുന്നില്ല. So it's the most important thing that we need to concentrate. അതുകൊണ്ട് ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. The cares of the world, ഈ ലോകത്തിന്റെ ചിന്തകൾ, the deceitfulness of the riches, ധനത്തിന്റെ വഞ്ചന, and the desire for other things. മറ്റ് വിഷയങ്ങളും മോഹങ്ങളും. So how do we deal with these thorns? ഈ മൂന്ന് മുള്ളുകളെ നമ്മൾ എങ്ങനെ നേരിടും? And if you see the fourth case where there are fruits, നാലാമത്തെ ഫലം ഉണ്ടാകുന്ന മണ്ണിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ there was just ground, there are no thorns. ഇവിടെ നല്ല നിലമാണ്, അവിടെ യാതൊരു മുള്ളുമില്ല. So to bear fruit, how many thorns do we need? നമുക്ക് നല്ല ഫലം കഴിക്കണമെങ്കിൽ എന്ത് മുള്ളാണ് നമുക്ക് വേണ്ടത്? എത്ര മുള്ളു വേണം? How many thorn plants do we need to bear fruit? എത്ര മുള്ളുചെടി വേണം നമുക്ക്? How many? എത്ര? How many? Zero. So ground should be free of thorn plants. There should be no thorns. Only then we can grow and bear fruit. നല്ല നിലമായിരിക്കണം. ഈ നിലത്തിൽ ഫലം കഴിക്കണമെങ്കിൽ അവിടെ മുള്ളുചെടികൾ ഒന്നും കാണരുത്. So cares of the world and the deceitfulness of the riches. ഈ ലോകത്തിന്റെ ചിന്തകളും ഭാരങ്ങളും. How do we deal with the cares of the world? ഈ ലോകത്തിന്റെ ചിന്തകളിൽ നമ്മൾ എങ്ങനെ അതിനെ നേരിടും? How do we prevent this? Cares will not burden us and it will not choke us. ഈ ലോകത്തിന്റെ ചിന്തകൾ നമ്മളെ എങ്ങനെ ഞെക്കി നമ്മളെ ഫലം കഴിക്കാതെ ആക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? Each one of us sitting here, we're all burdened by different things. As a student, you'll have exams, you'll have burdens, you'll have goals. You want to become this, you want to do this. You'll have different kinds of burdens on you as a student. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ രീതിയിലുള്ള പല പല ഭാരങ്ങളുണ്ട്. നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷ, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാരമായിരിക്കും. As a professional, you'll have different responsibilities and burdens regarding your duties, regarding your cases, regarding the bad cases. You'll have different types of thoughts in your mind, different types of burdens. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജോലി സംബന്ധമായ പല പല ഭാരങ്ങളും ചിന്തകളും ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെ ഒത്തിരി ഒത്തിരി ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. As parent, you will have burden of your children. You want to secure their future. You'll have the burden and responsibilities over you.
നിങ്ങളൊരു അമ്മയോ അച്ഛനോ ആണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പല പല ഭാരങ്ങൾ, അവരുടെ ജീവിതം എങ്ങനെ നന്നാക്കാം, അവരെ എങ്ങനെ സെക്യൂർ ആക്കാം എന്നുള്ള ചിന്തകളൊക്കെ. So each one of us are burdened by the case of this world. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും നമ്മുടേതായ പല പല ഭാരങ്ങളുണ്ട്. So how do we deal with that? അതിനെ നമ്മൾ എങ്ങനെ നേരിടും? When we understand our true identity, കർത്താവിൽ നമ്മൾ ആരായിരിക്കുന്നു എന്ന് നമ്മൾ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ, when you understand the true meaning and purpose of our existence in this earth, കർത്താവ് എന്തിനാണ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് എന്നുള്ള ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, what this world has given to each one of us is not our true identity. ഈ ലോകം നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ ശരിയായ വ്യക്തിത്വമാണ്. When I'm doing various professions, various things, we are studying various technologies and everything, but what this world has given is not, it is not our true identity. ഈ ലോകം നമ്മളെ പരിചയപ്പെടുത്തുന്ന രീതി അതല്ല നമ്മളുടെ ശരിയായ വ്യക്തിത്വം. What this world has given us is a never-ending race. ഈ ലോകം നമുക്ക് തരുന്നത് എന്നും ഓടാനായി ഓരോ ഭാരങ്ങളാണ്. From 15 to 35, you will run to make a name and fame. നിങ്ങൾ ഒരു 15 തൊട്ട് 34 വയസ്സ് വരെ ഒരു പേരുണ്ടാക്കാനായിട്ട് ഓടും. And again from 30 to 60, you run again to protect that name and fame. നിങ്ങൾ 30 തൊട്ട് 60 വരെ നിങ്ങൾ ഉണ്ടാക്കിയ ആ പേര് കൊണ്ട് നടക്കാനായിട്ട് ഓടും. What this world has given is not a true identity. ലോകം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ ശരിയായ വ്യക്തിത്വം, നിങ്ങളെ കുറിച്ചുള്ള ശരിയായ വ്യക്തിത്വം, Your name, your fame, your profession, your education, your gender, your surname, that is not your true identity. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പേര്, നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ കുടുംബ പേര്, ഇതൊന്നുമല്ല നിങ്ങളുടെ ശരിയായ നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിത്വം. When you understand our true identity, which is as sons and daughters of the living God, ദൈവം നമ്മളെ ആരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്, കർത്താവിന്റെ മക്കളായിട്ടും മോനും മോളുമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്, നമ്മുടെ ഹൃദയം ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ, the God who has created this earth, the God who owns this earth, the God who controls this earth, we are the sons and daughters of the living God. വചനം നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളെ ഈ ലോകം ഉണ്ടാക്കി ഈ ലോകത്തെ നടത്തുന്ന ദൈവത്തിന്റെ മകനും മകളുമായിട്ടാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. When we understand our true identity as sons and daughters, we will not have that identity crisis in our lives. നമ്മൾ ആരാണ്, ദൈവത്തിൽ നമ്മൾ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ നമുക്കില്ലാതെയാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരായിരിക്കും എന്നുള്ളൊരു ചിന്ത നമുക്കില്ലാതെയാവും. In this world, people run here and there in order to make a name. They want to create their identity for themselves because they have this identity crisis. ഈ ലോകത്തെ ആളുകൾ പല പല പേരുണ്ടാക്കാനും ഈ കഷ്ടപ്പെടുന്ന മുഴുവൻ അവർ ആരാണ്, അവരുടെ ഐഡന്റിറ്റി എന്താണെന്ന് അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. When you understand your Creator, you will understand your identity. നിങ്ങൾ ദൈവത്തെ ശരിക്കും അറിയുമ്പോൾ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. When you understand that your sons and daughters of living God, your mindset will be seek first His kingdom and His righteousness, then all things shall be added unto you. വചനം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി സകലവും നിങ്ങൾക്ക് ലഭിക്കും. So in everything you do, seek first His kingdom will be your first priority. ആദ്യം എന്ത് ചെയ്യുന്നതിലും അവന്റെ രാജ്യത്തെ ആദ്യം അന്വേഷിക്കുക. My dear brothers and sisters, when you understand your true identity, all your responsibilities, whether you are a student or a professional or a mother, parents, all your cares, all your responsibilities, all your burdens, that will not be a burden for you, but it will be an opportunity to glorify the name of the Lord. നിങ്ങൾ കർത്താവിൽ ആരായിരിക്കുന്നു എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന പല പല ഭാരങ്ങളും നിങ്ങളുടെ പല പല പ്രശ്നങ്ങളും നിങ്ങൾ ആരാ എന്താ ചെയ്യാനുള്ളത് അതെല്ലാം ഒരു അവസരമായിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങും. ഇത് ദൈവത്തിന്റെ നാമം ഉയർത്തുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു അവസരം, ഒരു ഭാരമല്ല, ഒരു അവസരമായിട്ട് അത് മാറും. If you have debts that are not being cleared, that you're not able to clear, then you keep faith in God. God wants your faith to grow, and that's why the debts are not being cleared. നിങ്ങൾക്ക് ജീവിതത്തിൽ ചില കടങ്ങൾ ഉണ്ടായെന്ന് വിചാരിക്കട്ടെ, ആ കടങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കാനായ ഒരു അവസരമായി ഇത് മാറി. അതിനുവേണ്ടിയാണ് ഈ കടങ്ങൾ തീരാതെ. So every burden, every responsibility, all the cares of the world, it's not a burden but an opportunity. ഈ ലോകത്തിന്റെ ഭാരങ്ങളും പല പല ബുദ്ധിമുട്ടുകളും എല്ലാം ഒരു ഭാരമല്ല, പക്ഷേ തികച്ചും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരമായി മാറും. So when you understand your true identity, it is not a burden, it's an opportunity to glorify His name, to serve the kingdom of God. നമ്മൾ ദൈവത്തെ ശരിക്കും അറിഞ്ഞു കഴിയുമ്പോൾ ഇത് ദൈവത്തെ പിന്തുടരാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ ഭാരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. For example, a patient comes to myopia or a patient comes to Dr. Sophie. When we treat him with all the clinical acumen we have, with all the knowledge that God has given. But on our inside, in the spirit, will be interceding for that person, will be interceding for the family. That is what a kingdom person does.
രോഗികൾ ഡോക്ടറുടെ ഓപ്പിയിൽ വരുന്ന സമയത്ത് ആ വരുന്ന ആള് വന്ന് അദ്ദേഹത്തിന്റെ പല പല അസുഖങ്ങളെ കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടതെന്നായിരിക്കും. പക്ഷെ അകത്ത് ഹൃദയത്തിൽ ആ മനുഷ്യന്റെ ഭാരങ്ങളും അതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഇടിവിൽ നിൽക്കുകയും ചെയ്യാനായിട്ട് ദൈവം സഹായിക്കും. If you go for a work to a house, you pray for that family, you bless that family. When a student comes to you for some doubts or for something, you pray for him on the inside, interceding in your spirit for them. നമ്മുടെ ഓരോ ജോലികളിലും നമ്മൾ ഒരാളുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കും. ഒരു കുട്ടി നമ്മളോട് സംശയം ചോദിക്കാൻ പറ്റുവാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ഇടന്നു നിൽക്കും. When you understand that your sons and daughters of living God, there is no burden, but there are only opportunities to glorify His name. നമ്മൾ ദൈവത്തിന്റെ മകനും മകളുമാണെന്നുള്ള നമ്മുടെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഭാരങ്ങളില്ല, പകരം ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനായി പല പല അവസരങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ. And coming to the deceitfulness of the riches. ഈ രണ്ടാമതായി deceitfulness of the riches. Can someone tell Malayalam? ധനത്തിന്റെ വഞ്ചന. ധനത്തിന്റെ വഞ്ചന. Okay. Deceitfulness of the riches. ധനത്തിന്റെ വഞ്ചന. Riches, if at all God wants us to be rich, riches should be a byproduct of what you do. It should be a byproduct of your work ethics. It should be a byproduct of your commitment to the Lord. In order, because you want to glorify the name of the Lord through your work, it should be a byproduct, but riches should not be the thing which you run after. ദൈവം നമ്മളെ ധനത്തിലൂടെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് ധനത്തിലൂടെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന ജോലിയിൽ നമ്മൾ ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്നതായിരിക്കണം. അതിന്റെ പുറകെ നമ്മൾ ഓടാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. So riches should be a byproduct. It is not a thing which you run after. ധനത്തിന്റെ പുറകെ, പൈസയുടെ പുറകെ ഓടാനായിട്ടല്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമായാണ് ധനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. And the last thing, desire for the other things. മൂന്നാമതായി മറ്റു വിഷയങ്ങളുടെ മോഹങ്ങൾ. And pleasures of life. ജീവിതത്തിലെ പല പല സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ. How do we deal with the desire for other things? അതിനെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്? Example, what are the desires that we have other than God in this world? ദൈവം അല്ലാതെ നമ്മുടെ ഹൃദയത്തിലുള്ള പല പല ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? For phone, various apps in our phones, YouTube videos, movies, movie apps, sports, it can be anything on your phone. നമ്മുടെ ഫോണിലുള്ള പല പല ആപ്പുകളും വീഡിയോകളും കളികളും ഒക്കെ ആകാം. It might be persons, it might be a boyfriend or a girlfriend, it might be some other person. അല്ലാതെ ചില ബന്ധങ്ങളായിരിക്കാം. It might be some addictions for you, it might be alcohol, smoking, anything it might be some addictions. അത് ചിലപ്പോൾ വല്ല നമ്മൾ അടുപ്പപ്പെട്ടിട്ടുള്ള ചില സ്വഭാവങ്ങളായിരിക്കാം. So desire for other things will come in and choke you and will make you unfruitful. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കയറി വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കാൻ കഴിയും. How do we deal with the desire for the other things? നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾക്ക് നമ്മൾ എങ്ങനെ നേരിടുക? Mark chapter 3 verse 27. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാം വാക്യം. 3:27. 3:27. No one can enter a strong man's house and plunder his goods unless he first binds the strong man, and then he will plunder the house. ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ ആർക്കും കഴിയുകയില്ല. കെട്ടിയാൽ പിന്നെ അവന്റെ വീടും കവർച്ച ചെയ്യാം. My dear brothers and sisters, when you enter a house, if you want to plunder that house, you need to bind that strong man in that house down. നിങ്ങൾക്ക് വീട്ടിൽ കയറി അത് മുഴുവൻ കവർച്ച ചെയ്യണമെങ്കിൽ ആ വീട്ടിലെ ബലവാനെ പിടിച്ചു കെട്ടേണ്ടിയിരിക്കും. Each one of us, including me, we need to examine our lives. Who is the person who is taking control of our lives? Who is the strong man in our lives? Who is the person with whom we spend most of our time? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ തന്നെ നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ആരാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്? ഏതാണ് നമ്മുടെ ജീവിതത്തിലെ ആ ബലം? If God is the strong man in your life, if God is the person with whom you spend most of your time, then it is well and good, glory be to His name. But if it is not God, ദൈവത്തിന്റെ കൂടെയാണ് നമ്മൾ നമ്മുടെ മുഖ്യമായ സമയങ്ങൾ ചെലവാക്കുന്നെങ്കിൽ വളരെ നല്ലത്. ദൈവത്തിന് സ്തുതി. അതല്ലെങ്കിൽ if it is not God and if it is any other thing other than God that you're spending your most of the time, other than your student life and your professional life, other than that, if you're spending most of the time with a thing that is a strong man in your life, that is controlling your life,
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അല്ലാതെ നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ പഠിത്തവും അങ്ങനെ അല്ലാത്ത സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ എന്തിൽ ചെലവാക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ബലവാനാണ്. So there are different strong mans in our life. There are addictions. There is mobile phone, various apps in the mobile phone. There are various addictions and different persons in our life. നമ്മുടെ ജീവിതത്തിൽ പല പല ബലവാന്മാർ കാണും. ചിലത് നമ്മുടെ അഡിക്ഷനുകളായിരിക്കും, കുടി വലി മുതലായ അഡിക്ഷൻ. ചിലത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗമായിരിക്കും. ചിലത് നമ്മുടെ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും. പല പല ബലവാന്മാർ നമ്മുടെ ജീവിതത്തിലാണ്. So today's example will take strong man as a mobile phone. ഇന്ന് നമുക്ക് ബലവാനായിട്ട് നമുക്ക് മൊബൈൽ ഫോണിനെ കണ്ടു. Because most of us we have trouble in exercising self control over this mobile phone. നമുക്ക് ഭൂരിഭാഗം ആളുകൾക്ക് മൊബൈൽ ഫോണിന്റെ പുറത്ത് ഒരു കൺട്രോൾ വെക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. So how do we deal with that strong man, mobile phone? ഈ മൊബൈൽ ഫോണിനെ നമ്മൾ എങ്ങനെ നേരിടും? What does the word say? You need to bind him down, you need to tie him down. വചനം പറയുന്നു അവനെ കെട്ടണം. And only then you can plunder his house. എന്നാൽ മാത്രമേ നമുക്ക് വീട്ടിൽ കയറാൻ പറ്റൂ. This body is being ruled by mobile phone. ഈ ശരീരം മൊബൈൽ ഫോണിനാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. Mobile phone is the strong man of my life. മൊബൈൽ ഫോൺ എൻ്റെ ജീവിതത്തിലെ ബലവാനാണ്. And if I want to plunder my house, if I want to empty my brain, plundering, what does it mean to empty your brain? എനിക്ക് എൻ്റെ തലച്ചോറിനെ എല്ലാം സാധനങ്ങളെല്ലാം മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ I need to tie that strong man down. ആ ബലവാനെ എനിക്ക് കെട്ടണം. So what we need to do, we need to abstain from using your mobile phone completely except for your calls and messages. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിനെ വിളിക്കും മെസ്സേജിനും അല്ലാതെ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കണം. And for payments, പൈസ അടയ്ക്കാനുണ്ടെങ്കിൽ except for that you need to completely abstain from using your phone. You need to tie that strong man down. ബാക്കി എല്ലാത്തിൽ നിന്നും നമ്മൾ അതിനെ പൂർണ്ണമായും വേറെ ഒരു കാര്യത്തിനും ഉപയോഗിക്കാതെ നമ്മൾ മാറ്റി വെക്കണം. And then you can plunder the house. You can empty your mind of all the useless things that have entered your mind through that phone. ഈ ഫോണിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു കയറിയിട്ടുള്ള പല പല ചിന്താഗതികളും എല്ലാം നമുക്ക് ആ സമയത്ത് എടുത്തു മാറ്റാൻ കഴിയും. You need to empty your mind. You need to plunder the house. നിങ്ങൾക്ക് അതിൽ കയറി അതിലുള്ളതെല്ലാം എടുത്തു കളയണം, കവർന്നു കളയണം. And then you fill your mind with the word of God, with His presence, with the worship, and with spending time in His presence. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ അവന്റെ വചനം കൊണ്ടും അവന്റെ വർഷിപ്പ് കൊണ്ടും ഒക്കെ ഹൃദയം You need to abstain from the mobile phone. It might take days, it might take weeks, it might take months. It depends upon your individuality, but you need to completely abstain from that phone. നമ്മൾ ആ ഫോണിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കണം. അത് ഓരോരുത്തർക്കും ഓരോ സമയം, ചിലർക്ക് ദിവസങ്ങൾ, ചിലർക്ക് മാസങ്ങൾ. നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെയാണോ അതനുസരിച്ച് We need to fill our mind with the word of God and with His presence. ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കണം. Until you reach a stage നമ്മൾ ഒരു സ്ഥിതിയിൽ എത്തുന്നവരെ that you're so close to the heart of God, നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തിനോട് വളരെ that അടുത്തവരാണ്. you're so full of the word of God and the Spirit of God, നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാലും എല്ലാം നിറഞ്ഞവരായി, that you will not let go that presence from your life for any other thing on this earth. ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിനും പുറകെ തന്റെ ഹൃദയം വിട്ടുകൊടുക്കാതാകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ ഉയരുന്നവരെ ഈ ബലവാനെ നമ്മൾ Until that point of time, you need to bind him down. You need to abstain it completely. അതുവരെ നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് വിട്ട് അതിനെ കെട്ടിയിടണം. നമ്മളെ പിടിച്ചിരിക്കുന്ന ബലവാനെ അതിൽ നിന്ന് പൂർണ്ണമായി നിൽക്കണം, അതിൽ മാറ്റം വരുന്നവരെ. Once you attain that stage, you can use your phone, because that is the point of time you can exercise self-control, and you will not give up God for anything else. അവിടെ വെച്ച് നമ്മൾ വീണ്ടും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ ഹൃദയത്തിലെ വന്ന വ്യത്യാസം കാരണം നമ്മൾ ദൈവത്തിനെ ഒരിക്കലും കളയുകയില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. So it is important to bind the strong man down in our lives, whatever it might be. I have just said an example of a phone. It might be anything. You need to abstain completely. You need to bind the strong man down. നമ്മൾ എന്തുവാകാം നമ്മുടെ ജീവിതത്തിൽ. ഞാനൊരു മൊബൈൽ ഫോൺ ഉദാഹരണം ഉപയോഗിച്ചാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള ആ ബലവാന്മാരെ നമ്മൾ പൂർണ്ണമായും കെട്ടിയിട്ട് അവരെ രക്ഷ പ്രാപിക്കും. I'll close in 5 minutes. 5 മിനിറ്റിനുള്ളിൽ. My dear brothers and sisters, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, once upon a time, a few years back, I had a weakness in my life. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു ബലഹീനതയുണ്ടായിരുന്നു. It was a time when I was doing 24 hours duty. ഞാൻ 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിരുന്ന കാലമാണ്. For 1.5 years, I had this temptation, I had this weakness, which I was not able to master, which I was not able to overcome. I was falling in it again and again and again. ഞാൻ 1.5 വർഷം എനിക്ക് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വയ്യാതെ വീണ്ടും വീണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
but I couldn't come out of it. I was so desperate, I was so anxious. I wanted to come out of it badly. I used to cry daily before God. I'm doing what I don't want to do. I don't want to do it, but I'm doing it again and again. I cried before God every day. ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ എന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവായിരുന്നു. എനിക്കിത് ചെയ്യാൻ ആഗ്രഹമില്ല, എന്നാലും എന്റെ ബലഹീനതയിൽ ഞാൻ വീണ്ടും വീണ്ടും വീണു പോകുന്നു. എന്നെ സഹായിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Because I was doing 24 hours duty, I used to rarely go to church, once or twice in a month, and very rarely I used to go to church. 24 മണിക്കൂർ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒന്നോ രണ്ടോ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ എനിക്ക് ചർച്ചിൽ പോകാൻ സാധിക്കുള്ളൂ. So I badly wanted to come out of this weakness, out of this strong man who was holding me. എനിക്ക് എന്നെ പിടിച്ച് കെട്ടിയിരുന്ന ആ ബലവാനിൽ നിന്ന് എനിക്ക് പുറത്തു വരണമെന്ന് ഭയങ്കര. That was the time where I was addicted to these movies and various apps in the phone. ആ സമയത്തായിരുന്നു ഞാൻ മൂവീസിലും പല പല ആപ്പുകളിലും വളരെയധികം അടിമത്തിലായിരുന്നു. So I decided to go to a seminar which is called as Impact in Trivandrum, which is run by Trollby Ministries. ഞാൻ അതുകൊണ്ട് ട്രോൾബി മിനിസ്ട്രിയുടെ ഇമ്പാക്ട് എന്ന് പറഞ്ഞ കോൺഫറൻസിൽ പോകാനായിട്ട് തീരുമാനിച്ചു. Some of you know here. ചിലർക്ക് അതിനെക്കുറിച്ച് അറിയാം. It was a 3-day seminar. അതൊരു 3 ദിവസത്തെ സെമിനാർ ആയിരുന്നു. Powerful men of God all over India and powerful messages. വളരെ ദൈവത്തിന്റെ വിലയേറിയ ദാസന്മാരും ദാസിമാരും ആ മീറ്റിംഗിൽ. Very famous men of God. വളരെ പേര് എഴുതിയിട്ടുണ്ട്. So I heard 3-day seminar. I came back for 1 or 2 weeks. I was okay. I was okay. I didn't commit that sin again. ഞാൻ അവിടെ പോയി നല്ലൊരു സമയം കഴിഞ്ഞ് തിരിച്ചു വന്നു. 1-2 ആഴ്ച നന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ But immediately after 2 weeks, I started doing that sin again. ഞാൻ വീണ്ടും ആ പാപത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. I have listened to one of the greatest sermons by greatest men of God, but that sermon was not fruitful in my life. It didn't help me to come out of it. ഞാൻ ദൈവത്തിന്റെ വലിയ ദാസനെന്ന് വലിയ വളരെ ശക്തിയേറിയ വിഷയങ്ങളൊക്കെ കേട്ടു, പക്ഷെ അത് എന്റെ ജീവിതത്തിൽ ഫലം പ്രകടിപ്പിച്ചില്ല. Where was the problem? Is there a problem with the sermon or the messenger, or there was a problem with me? അതെന്തായിരുന്നു പ്രശ്നം? ആ കേട്ട മെസ്സേജിൽ പ്രസംഗത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നോ, അത് പറഞ്ഞ ആളിൽ പ്രശ്നം ഉണ്ടായിരുന്നോ, അതോ പ്രശ്നം എന്റെയിലായിരുന്നു? The problem was with me. എന്റെയിൽ ഞാനായിരുന്നു പ്രശ്നം. You might have been hearing the greatest of the messages from the greatest men of God. നിങ്ങൾ പല വിഷയങ്ങളെ കുറിച്ച് വലിയ ഉപദേശങ്ങൾ വലിയ ദേവദാസന്മാരിൽ നിന്ന് കേൾക്കുന്നുണ്ട്. But if you do not give up certain things that God wants you to give up, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വിട്ടുന്നില്ലെങ്കിൽ we cannot see the transformation in our lives. നമ്മുടെ ജീവിതത്തിൽ ആ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. After I came back from the seminar, I started again watching movies and I started involving the phone. ഞാൻ തിരിച്ച് സെമിനാർ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും മൂവികൾ സിനിമകൾ കാണാനും ഫോണുമായിട്ട് കളിച്ച് സമയം ചെലവഴിക്കാനും തുടങ്ങി. And that was the reason I fell again into the same sin. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പാപത്തിലേക്ക് വീണുപോയത്. The word of God says in Mark, I think chapter 2, new wine should be poured into the new wine skins. Chapter 2 verse 22. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലാണ് ഒഴിക്കേണ്ടത്. The new wine should be poured into the new wine skins. If you pour it into the old wine skins, the old wine skins will burst and wine will be of waste. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വെക്കില്ല. പകർന്നു വെച്ചാൽ തുരുത്തിനെ പൊളിച്ച വീഞ്ഞ് ഒഴുകി പോകുന്നു. So when you hear the word of God, it might be a new word of God, it might be a powerful word of God, but you should not pour it into the old wine skins. You should pour it into the new wine skins. ആ വീഞ്ഞ് പുതിയ വീഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് പഴയ തുരുത്തിയിലല്ല, പുതിയ തുരുത്തിയിലാണ് നമ്മൾ എടുത്തു വരുന്നത്. Word of God in Romans 12 says, be transformed by renewing your mind. വചനം റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളുടെ മനസ്സുകളെ പുതുക്കി You need to renew your mind. മനസ്സിനെ പുതുക്കേണ്ടിയിരിക്കുന്നു. As I have said, emptying your mind of all the useless things and filling it with the word of God. That is how you renew your mind. നിങ്ങളുടെ മനസ്സിലുള്ള വേണ്ടാത്ത എല്ലാ കാര്യങ്ങളെയും പുറത്താക്കിയിട്ട് വചനം കൊണ്ട് നിറച്ചാണ് നമ്മുടെ മനസ്സുകളെ പുതുക്കുന്നത്. If we do not give up certain things, we cannot see the transformation and change in our lives. നമ്മുടെ ജീവിതത്തിലുള്ള ചില സ്വഭാവങ്ങളെ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. Word of God in Samuel says obedience is better than sacrifice. വചനം സമൂവേലിന്റെ പുസ്തകത്തിൽ പറയുന്നു, യാഗത്തേക്കാൾ അനുസരണം നല്ലത്. It is not what you give as an offering to the Lord is important, but what you give up for the Lord in obedience to the word of God. നമ്മൾ ദൈവത്തിന് വേണ്ടി കഴിക്കുന്ന പല യാഗങ്ങളല്ല പ്രാധാന്യമുള്ളത്, അതേക്കാളും നമ്മുടെ ദൈവത്തിന് വേണ്ടി എന്ത് വിട്ട് കളയുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. When you give up, you will grow. നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ വളരും. Obedience is better than sacrifice. അനുസരണം യാഗത്തേക്കാൾ നല്ലതാണ്. So if you want to really grow in our spiritual life, we need to give up the desires for other things. We need to give up the pleasures of the life.
ജീവിതത്തിൽ നമ്മൾ കർത്താവിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പല പല മോഹത്തിനായിട്ടുള്ള പല പല മോഹങ്ങളെയും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ജീവിതത്തിന്റെ പല പല ആഗ്രഹങ്ങളെയും നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. Without giving up, there is no growing. നമ്മൾ പലതും ഉപേക്ഷിക്കാതെ നമ്മൾക്ക് വളർച്ചയില്ല. So when we move to the fourth case, there's a good soil, there are roots, there are the roots of faith, there is a good soil, and there is everything, and that's the reason it bears fruit. നമ്മൾ നാലാമത്തെ മണ്ണിലേക്ക് കിടക്കുമ്പോൾ അവിടെ നല്ല മണ്ണുണ്ട്, അവിടെ നല്ല വേരുണ്ട്, അതിൽ നല്ല ഫലങ്ങളുണ്ട്. There are no thorns at all in case 4. അവിടെ യാതൊരു മുൾച്ചെടിയും ഇല്ല. You need to understand clearly, there are no thorns at all in the ground in case 4, and that was the reason there was fruit. അവിടെ യാതൊരു മുൾച്ചെടികളും ഇല്ല, അതുകൊണ്ടാണ് അവിടെ ഫലമുള്ളത്. Most of the times we hold on to certain things. We say to Lord, Lord, only this thing, Lord, only this thing, only this thing. We'll hold on to certain things. It might be 1 or 2 thorn plants, but it will choke you down. നമ്മൾ 1 or 2 മുൾച്ചെടികളിലായിരിക്കും പിടിക്കുന്നത്, പക്ഷെ അത് മതിയായിരിക്കും നമ്മളെ ഞെരുക്കി നമ്മുടെ ഫലങ്ങളൊന്നും ഉണ്ടാക്കാത്ത സ്ഥിതിയിൽ വെക്കാൻ. So good ground doesn't have any thorns. ഒരു നല്ല നിലത്തിൽ ഒരു മുൾച്ചെടിയും ഉണ്ടാകില്ല. So I'll just come across what I have covered. So we have seen case 1, case 2, and case 3. The most important thing is the case 3. നമ്മൾ ഇന്ന് പറഞ്ഞതിനെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മളിന്ന് 3 തരത്തിലുള്ള മണ്ണുകളെ കുറിച്ച് സംസാരിച്ചു. ഏറ്റവും പ്രാധാന്യമേറിയ മൂന്നാമത്തെ മണ്ണാണ്. We should not allow the thorns in our life to choke us down. നമ്മുടെ ഹൃദയത്തിലുള്ള മുള്ളുകൾ നമ്മളെ ഞെരുക്കി കളയാൻ നമ്മൾ സമ്മതിക്കണം. The desires for other things. നമുക്ക് മറ്റ് സാധനങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ. We need to tie down that strong man. ആ ബലവാനെ നമ്മൾ കെട്ടി. Only then we can win over him. അത് കെട്ടിയാൽ മാത്രമേ നമുക്ക് അവനിൽ ജയിക്കാൻ We കഴിയൂ. need to bind him down. അവനെ നമുക്ക് കെട്ടേണ്ട ആവശ്യമുണ്ട്. Similarly, the pleasures of life, ജീവിതത്തിന്റെ മോഹങ്ങൾ, the deceitfulness of riches, ധനത്തിന്റെ വഞ്ചനകൾ, the cares of the world. ജീവിതത്തിന്റെ ഭാരങ്ങൾ. As I have said, struggles and responsibilities, we should not be a burden, but it should be an opportunity for us to glorify His name. ജീവിതത്തിലെ പല പല ജീവിതത്തിലെ വിവിധ ഭാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ താക്കുന്നതാകരുത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരമായി കാണാൻ നമുക്ക് കഴിയും. It's not a burden, but an opportunity to work for the kingdom of God. അത് ഭാരമല്ല, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു അവസരമാണ്. Let us all stand and pray. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് നിൽക്കാം. We thank the Lord for this time you have given us, O Father Lord. അങ്ങ് തന്നിരിക്കുന്ന സമയത്തിനായിട്ട് നന്ദി പിതാവേ. We thank you for the word that you have spoken to us, O Father Lord. അങ്ങ് സംസാരിച്ച വചനത്തിനായിട്ട് നന്ദി കർത്താവേ. I pray, O Father Lord, let this word, O Father Lord, bear fruit, O Father Lord. ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, ഈ വചനം അതിന്റെ ഫലം കായ്ക്കട്ടെ. Let there not be any thorns, O Father Lord. ഈ കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ മുൾച്ചെടികൾ ഉണ്ടാകും. Each one of us have different desires. We have different thorns, O Father Lord. Help us to go back home, O Father Lord, and work out, O Father Lord, and bind that strong man down and lead a life, O Father Lord, pleasing to your name, O Father Lord. ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടേതായ പല പല മുൾച്ചെടികളുണ്ട് കർത്താവേ. അതിനെ പിടിച്ചു കെട്ടി, ആ ബലവാനെ പിടിച്ചു കെട്ടി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. Help us to give up, O Father Lord. It is not easy, but help us to give up, O Father Lord. We love you, O Father Lord, and in order to show our love towards you, help us to give up certain things in our lives, O Father Lord. അത് എളുപ്പമല്ല എന്ന് ഞാൻ അറിയുന്നു കർത്താവേ. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ തകർക്കുന്ന ആ ചില സ്വഭാവങ്ങളെ പൂർണ്ണമായും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിടാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. We don't want to be fruitless, O Father Lord. We want to be fruitful. ഞങ്ങൾക്ക് ഫലമില്ലാത്തവരായിരിക്കാൻ ആഗ്രഹമില്ല കർത്താവേ. ഞങ്ങൾക്ക് ഫലമുള്ളവരായിട്ട് ജീവിക്കാൻ. We want the church to be full of fruits, O Father Lord. ഞങ്ങൾക്ക് ഞങ്ങൾ ഫലമുള്ളവരായി സഭയിലായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We want to be role models. We want to be light. We want to be salt in this place, O Father Lord. നമ്മൾ ഈ ഭൂമിയിൽ ഇവിടെ ഒരു ഫലമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. Speak to each one of us, O Father Lord. Give them a decision. Give them a standard commitment, O Father Lord, so that they'll change their lives. They'll transform their lives, O Father Lord, when they apply this into their lives, O Father Lord. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കർത്താവേ ആ തീരുമാനമെടുക്കാനുള്ള ശക്തിയെ കൊടുക്കണം കർത്താവേ. അത് അവർ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഫലം വരുന്നത് കാണാനായിട്ട് അവരെ സഹായിക്കണം. Let Satan not steal this word. പിശാച് ഈ വചനത്തെ മോഷ്ടിക്കാതിരിക്കട്ടെ. Let Satan not steal the desire that is in our hearts, O Father Lord, to live for you. പിശാച് നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ആഗ്രഹത്തെ മോഷ്ടിക്കാതിരിക്കട്ടെ. We thank you, Jesus.
കർത്താവേ We ഞങ്ങൾ believe in you, O Father Lord, and in faith we proclaim, O Father Lord, that this word is going to be fruitful in our lives, O Father Lord, and we are going to see transformation. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുകയാണ് കർത്താവേ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ അങ്ങേക്ക് വേണ്ടി ഫലമുള്ളവരായി തീരുക. Bless each one of us, O Father Lord, as we are going to enter a new year, O Father Lord, the 2025. Let it be a year of blessing, O Father Lord, not just financially, O Father Lord, but spiritually. Help us, each one of us, to grow, to come near to you, Father Lord, to understand your heart, to live a life like Christ, O Father Lord. കർത്താവേ 2025 വരുമ്പോൾ കർത്താവേ ഒരു പുതിയൊരു വർഷം വരുമ്പോൾ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ മാത്രമല്ല കർത്താവേ ഞങ്ങളെ അങ്ങയുടെ അടുത്തേക്ക് കുറച്ചുകൂടി അടുത്ത് കർത്താവേ അങ്ങയുടെ വഴി നടക്കുന്നവരായി അങ്ങയുടെ ഹൃദയം കേൾക്കും ഹിതം ചെയ്യുന്നവരായി വരാൻ ഞങ്ങളെ സഹായിക്കുന്ന കർത്താവേ. Let this be a year of spiritual blessings, O Father Lord. ഈ വർഷം ഒരു അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ. We bless your name. ഞങ്ങൾ അങ്ങേ Bless each one of us who has attended today's meeting, O Father Lord. ഇവിടെ വന്നു കൂടിയിട്ടുള്ള ഓരോരുത്തരെയും അങ്ങ് And അനുഗ്രഹിക്കും. those who could not come, bless them, O Father Lord. വരാൻ പറ്റാത്തവരെ അനുഗ്രഹിക്കും. Let your name be glorified, O Father Lord. അങ്ങയുടെ നാമം ഉയർത്തപ്പെടും. Help us to strive for the kingdom and live for your kingdom, O Father Lord. അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ We സഹായിക്കും. thank you, Jesus. In Jesus' mighty name we ask and we pray. ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. Amen.